ഹായ് ഫ്രണ്ട്സ്, സച്ചിയുടെയും രേവതിയുടെയും ഏറ്റവും പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ സച്ചി കൊണ്ടുവച്ച നാരങ്ങയ്ക്ക് ഓപ്പോസിറ്റ് ആയിട്ട് നമ്മുടെ ചന്ദ്രമതിയും സുധിയും കൂടിയിട്ട് പുതിയൊരു നാരങ്ങയും കൂടി കൊണ്ടുവയ്ക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതുവരെയാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു നിർത്തിയിരുന്നത്. അത് കാണാത്തവര് നമ്മുടെ ചാനലിലൊന്ന് പോയിട്ട് കാണണം കേട്ടോ. അതിനുശേഷമായിട്ട് രാത്രി ആയിട്ടുണ്ട്. അപ്പൊ ഇന്ന് ഈ രാത്രിയാണ് ഏറ്റവും നിർണായകമായിട്ടുള്ള നമ്മൾ പറഞ്ഞ 48 മണിക്കൂറിന്റെ അവസാന രാത്രി. ആ രാത്രിയില് സ്വർണം എടുത്തത് ആരാണോ അവരുടെ ചിറി കോടി പോകുന്നാണ് നമ്മുടെ സച്ചി പറഞ്ഞിരിക്കുന്നത്. അതോർത്ത് പേടിച്ചിട്ട് ചന്ദ്രമതിക്കും ശ്രുതിക്കും ഉറക്കവേ വരുന്നില്ല കേട്ടോ. അങ്ങനെ ശ്രുതി നല്ല ഉറക്കമാണ്. ശ്രുതിയാണെങ്കിൽ ഇങ്ങനെ പേടിച്ച് തിരിഞ്ഞും മറിഞ്ഞും എഴുന്നേറ്റ് കിടന്നുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. ഈ സമയം നമ്മുടെ സച്ചിയും രേവതിയും കൂടിയിട്ട് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുകയാണ്. അപ്പോഴേക്ക് രേവതി ചോദിക്കുന്നുണ്ട്, അല്ല സച്ചിയേട്ടാ, എന്തിനായിരിക്കും സച്ചിയേട്ടൻ കൊണ്ടുവച്ച നാരങ്ങയുടെ എതിർവശത്തായിട്ട് അമ്മ വീണ്ടും ഒരു നാരങ്ങയും കൂടി കൊണ്ടുവച്ചത്? രേവതി, നിനക്ക് അതിൽ നിന്ന് തന്നെ കാര്യങ്ങൾ മനസ്സിലായില്ലേ? അപ്പോൾ സച്ചിയേട്ടാ, നിങ്ങൾ മേടിച്ചതുപോലെ കടയിൽ നിന്ന് തന്നെയാണ് അവരും നാരങ്ങ മേടിച്ചുകൊണ്ട് വെച്ചതെങ്കിലും ഒരിക്കലും അല്ല രേവതി. രാവിലെ രണ്ടുപേരും കൂടി നേരത്തെ തന്നെ എഴുന്നേറ്റ് പോകുന്നത് കണ്ടപ്പോഴേ ഞാൻ ഊഹിച്ചതാണ്. ഭാമയാന്റിക്കാണ് ഇങ്ങനെയുള്ള ജ്യോത്സ്യന്മാരെയും സ്വാമിമാരെയൊക്കെ ഒരുപാട് പരിചയം. അങ്ങനെ ഭാമയാന്റിയും കൂട്ടിയിട്ട് അവരേതോ ഒരു സ്വാമീനെ പോയി കണ്ടിട്ടുണ്ട്. അങ്ങനെ കൊണ്ടുവന്ന നാരങ്ങയാണ് അതെന്ന് പറയാണ്. അപ്പോഴേക്ക് രേവതി പറയുന്നുണ്ട്, സച്ചിയേട്ടൻ പറഞ്ഞതുപോലെ ഇപ്പോഴാണ് നിങ്ങളുടെ ഏട്ടനെ ശരിക്കും ഉറപ്പായി തുടങ്ങിയത്. ആ സ്വർണം എടുത്തത് അവര് തന്നെയായിരിക്കും എന്ന് പറയാണ്. എന്നാലും നിങ്ങളുടെ ഏട്ടന്റെ ചിറി കോടിപ്പോവൊന്നും ഇല്ലല്ലോ അല്ലേ എന്ന് ചോദിക്കുകയാണേ. ഏയ്, അങ്ങനെയൊന്നും സംഭവിക്കാൻ പോകുന്നില്ല രേവതി. എന്തായാലും അവന്റെ മുഖത്ത് ആ പേടി ഉണ്ടല്ലോ, ആ പേടി വെച്ചിട്ട് ഞാനൊരു കളി കളിക്കും. അവന്റെ വായിന്ന് തന്നെ ഞാനത് വീഴിക്കുമെന്ന് പറയാണേ. അപ്പൊ രേവതി ചോദിക്കുന്നുണ്ട്, സച്ചിയേട്ടന് എന്ത് കളിയാ കാണിക്കാൻ പോകുന്നത്? അത് കാത്തിരുന്ന് കാണു രേവതി എന്ന് പറഞ്ഞിട്ട് സച്ചി ഇങ്ങനെ ഒരു സൈസ് ഇങ്ങനെ ചിരിക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷമായിട്ടാണെങ്കിൽ രാത്രി നല്ല ഇരുട്ടായിട്ടുണ്ടാവും, പാതിരാത്രി ആയിട്ടുണ്ടാവും. സുധിക്കാണെങ്കിൽ കിടന്നിട്ട് ഉറക്കം വരുന്നില്ലല്ലോ. സുധി എഴുന്നേറ്റ് ഇങ്ങനെ ഇരിക്കും. സുധിയുടെ മനസ്സിൽ ആ നാരങ്ങ മാത്രമാണ് കേട്ടോ മനസ്സിലുണ്ടാവുന്നത്. അങ്ങനെ സുധിയാണെങ്കിൽ ചെറുതായിട്ട് ഇങ്ങനെ മയങ്ങി വരുമ്പോഴേക്കും ആ നാരങ്ങ ഇങ്ങനെ അടുത്ത് വരുന്നതായിട്ട് സ്വപ്നം കണ്ട് ചാടി എഴുന്നേക്കാണ് കേട്ടോ. എന്നിട്ട് റൂമിലൂടെ ഇങ്ങനെ ഉറക്കമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും, പിന്നെയും പോയി കിടക്കും. ഇങ്ങനെയൊക്കെയാണ് സുധിയുടെ റൂമിലെ അവസ്ഥ. ഈ സമയം നമ്മുടെ സച്ചി ചെറിയൊരു ട്രിക്ക് ഒപ്പിച്ചിട്ടാണ് കേട്ടോ വരുന്നത്. സുധിയുടെ റൂമിന്റെ ഡോറിൽ വന്ന് മുട്ടുന്നുണ്ട്. എന്നിട്ട് സച്ചി മാറിപ്പോയി നിൽക്കുകയാണ്. സുധി പെട്ടെന്ന് അയ്യോ ആരായിരിക്കും വെച്ച് വന്ന് തുറന്നു നോക്കുമ്പോ ആരുമില്ല. വീണ്ടും സുധി പോയി കിടക്കും. സച്ചി വീണ്ടും തട്ടു കേട്ടോ. അങ്ങനെ കുറെ പ്രാവശ്യം ഇങ്ങനെ ആവർത്തിച്ച് കഴിയുമ്പോഴത്തേനും സുധിയാണെങ്കിൽ കതക് ചാരിയിടാതെ ലോക്ക് ചെയ്യാതെ ചുമ്മാ തുറന്നിടുകയാണ് കേട്ടോ. ഇനി ഏതായാലും ആരും വന്ന് തട്ടണ്ടെന്ന് കരുതിയിട്ട് അങ്ങനെ സുധി പോയി വീണ്ടും കിടക്കുന്നുണ്ട്. പേടിച്ചിങ്ങനെ കിടക്കുകയാണ്. എന്നാൽ നമ്മുടെ സച്ചിയുടെ ഉദ്ദേശവും അത് തന്നെയായിരുന്നു, ആ സുധിയെ കൊണ്ട് എങ്ങനെയെങ്കിലും ആ ഡോർ ഒന്ന് തുറന്നിടുക എന്നുള്ളത്. അങ്ങനെ സുധി വീണ്ടും പോയി കിടന്ന് ഉറങ്ങുന്ന സമയത്ത് സച്ചി അടുക്കളയിൽ ചെന്ന് ഫ്രിഡ്ജിൽ നിന്ന് ഒരു നാരങ്ങ എടുത്ത് ഒരു നൈസായിട്ടുള്ള ഒരു നൂല് എടുത്ത് ആ നാരങ്ങയിൽ കെട്ടിയിട്ട് സുധിയുടെ റൂമിലേക്ക് ചെല്ലുകയാണ് കേട്ടോ. അവിടെ പുറത്ത് നിന്നിട്ട് സുധി ഇങ്ങനെ കണ്ണടച്ച് കിടക്കുകയാണല്ലോ. സച്ചിയാണെങ്കിൽ ആ നാരങ്ങ എടുത്ത് സുധിയുടെ ദേഹത്തേക്ക് ഇങ്ങനെ എറിയാണ് കേട്ടോ. സുധി പെട്ടെന്ന് ചാടി എഴുന്നേൽക്കുമ്പോൾ ആ നാരങ്ങയാണ് കാണുന്നത്. ഈ നാരങ്ങ എങ്ങനെ ഇവിടെ എത്തിയത്? എൻ്റെ വായം കാണാൻ ഇനി കോടിപ്പോയെന്നൊക്കെ ചാടി എഴുന്നേറ്റ് ഇങ്ങനെ തപ്പിയതിന് ശേഷം ശ്രുതിയെ വിളിക്കാൻ പേടിയാണ്. കാരണം ശ്രുതി കുറേ വഴക്കൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണല്ലോ. അതുകൊണ്ട് തന്നെ പേടിച്ചിട്ട് ഇങ്ങനെ നാരങ്ങ നോക്കുവാണ്. ഇപ്പോഴേക്ക് സച്ചി പുറത്ത് നിന്നിട്ട് നൂലിൽ കെട്ടിയിരിക്കുകയാണല്ലോ. ആ നാരങ്ങ പതുക്കെ ഇങ്ങനെ വലിച്ചങ്ങ് എടുക്കുന്നുണ്ട് കേട്ടോ. ശ്രുതിക്ക് ഇപ്പോൾ കണ്ടിട്ട് ഭയങ്കര പേടിയാവുന്നുണ്ട്. അങ്ങനെ എഴുന്നേറ്റ് ശ്രുതി വരുന്ന സമയത്ത് ആ വാതിക്കൽ ഇങ്ങനെ നാരങ്ങ തൂങ്ങി ആടുന്നുണ്ട്. അതുകൂടെ കാണുമ്പോഴേക്കും ഭയങ്കര ടെൻഷൻ ആവുന്നുണ്ട്. അങ്ങനെ ശ്രുതി പെട്ടെന്ന് തന്നെ ഫോൺ എടുത്തിട്ട് ചന്ദ്രമതിയെ വിളിക്കുകയാണ് കേട്ടോ. ചന്ദ്ര ഫോൺ എടുക്കുമ്പോൾ രാത്രി ഓർക്കുന്നുണ്ട്, ഈ സമയത്ത് ഇവൻ എന്തിനാ വിളിക്കുന്നതെന്ന് പറഞ്ഞ് ചന്ദ്രമതിയും ടെൻഷൻ അടിക്കുന്നുണ്ട്. രവി ഇതൊന്നും കേൾക്കണ്ടെന്ന് കരുതി ചന്ദ്രമതി ഫോണും എടുത്തുകൊണ്ട് പുറത്തേക്ക് വരികയാണ് കേട്ടോ. അങ്ങനെ ശ്രുതി എന്താടാ നീ ഈ സമയത്തെന്ന് ചോദിക്കുമ്പോൾ അമ്മ ഉറങ്ങിയോ? ഏയ് എനിക്ക് ഉറക്കം വരുന്നില്ലടാ. ശ്രുതി നല്ല ഉറക്കമാണ്, എന്നാൽ നീ ഹോളിലേക്ക് വാ, ഞാൻ ഇവിടെ ഉണ്ടെന്ന് പറയാണേ. അങ്ങനെ ശ്രുതിയും ചന്ദ്രമതിയുടെ അടുത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. അങ്ങനെ ശ്രുതി വന്ന് പറയുന്നുണ്ട്, അമ്മേ എനിക്ക് കിടന്നിട്ട് ഉറക്കവേ വരുന്നില്ല. ശ്രുതി നല്ല ഉറക്കമാണ്. എനിക്ക് വല്ലാതെ ഭ്രാന്ത് പിടിക്കുന്ന അവസ്ഥയാവുകയാണ്. ഞാൻ എന്ത് ചെയ്യുമേ? എൻ്റെ മുഖത്തേക്ക് ആ നാരങ്ങ വന്നമ്മേ പറന്നു വന്നു എന്ന് പറയണേ.
അതെങ്ങനെയാടാ ആ നാരങ്ങ പറന്നു വന്നത്? അതൊന്നും എനിക്കറിയില്ല അമ്മേ. എന്തായാലും ഞാൻ കിടന്നപ്പോ തൊട്ട് വാതിൽ വന്ന് മുട്ടുന്നു, നാരങ്ങ എൻ്റെ അടുത്തേക്ക് വരുന്നു. ഇതൊക്കെ നിനക്ക് തോന്നുന്നതായിരിക്കുമടാ, നമ്മൾ അതിന് പകരം ഒരു നാരങ്ങ കൊണ്ട് വെച്ചിട്ടില്ലേന്ന് ചന്ദ്രമതി പറയുകയാണേ. അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, അല്ല അമ്മേ, ചിലപ്പോ നമ്മുടെ നാരങ്ങയ്ക്കായാലും പവർ കൂടുതൽ സച്ചി കൊണ്ടുവച്ച് നാരങ്ങയ്ക്കാണെങ്കിലോ? എനിക്ക് ആകെ പേടിയാവുന്ന അമ്മേ. എൻ്റെ മുഖമൊക്കെ കോടി പോകുന്നത് പോലെ തോന്നുന്നുണ്ട്. അഥവാ എനിക്ക് ഓടിപ്പോയാൽ ഞാൻ എന്ത് ചെയ്യും? ഞാൻ എങ്ങനെ എൻ്റെ വാവച്ചിട്ട് ഇനി ഞാൻ ബിസിനസ് ചെയ്യും? ഞാൻ എങ്ങനെ മൾട്ടി മില്യനർ ആവും എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ ചന്ദ്രയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. അല്ലെങ്കിൽ ശ്രുതി, നിനക്ക് എപ്പോഴും നിന്നെക്കുറിച്ച് മാത്രമേ ചിന്തയുള്ളൂ. ഈ വയസ്സായ കാലത്ത് എൻ്റെ മുഖമാണ് കോടി പോകുന്നതെങ്കിലോ? പിന്നീടായിട്ട് ശ്രുതി പറയുന്നുണ്ട്, അമ്മേ, നമുക്കൊരു കാര്യം ചെയ്യാം. ആ നാരങ്ങ ഈ വീട്ടിലിരുന്നാലും മാത്രമല്ലേ പ്രശ്നങ്ങളുള്ളൂ. ആ നാരങ്ങ നമുക്ക് അങ്ങ് എടുത്ത് കളയാന്ന് പറയാനേ. അപ്പൊ ചന്ദ്ര ചോദിക്കുന്നുണ്ട്, അതെടുത്ത് കളഞ്ഞ നമ്മുടെ ശരീരത്തിന് എന്തെങ്കിലും സംഭവിച്ചാലോ? ഏയ്, ഒന്നുമില്ലമ്മേ, ഈ വീട്ടിലിരുന്നാലല്ലേ പ്രശ്നമുള്ളൂ. അമ്മ പോയിട്ട് അതെടുത്ത് അങ്ങ് കളയെന്ന് പറയാനേ. അങ്ങനെ ചന്ദ്രമതി പൂജാമുറിയിലേക്ക് കയറാൻ മടിച്ചു നിൽക്കുമ്പോൾ ശ്രുതി നിർബന്ധിച്ച് കയറ്റി വിടുകയാണ് കേട്ടോ. അങ്ങനെ സച്ചി വെച്ച് ആ നാരങ്ങ എടുത്തോണ്ട് വരുമ്പോ ശ്രുതി പറയുന്നുണ്ട്, അമ്മേ, ആ ഒരു നാരങ്ങ മാത്രം എടുത്താൽ അവർക്ക് ഡൗട്ട് തോന്നില്ലേ? അമ്മ അത് രണ്ടും എടുക്കുമെന്ന് പറയാനേ. അങ്ങനെ ഇതിന് മാത്രം അവന് നല്ല ബുദ്ധിയാന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതി പോയി ആ 2 നാരങ്ങ എടുത്തോണ്ട് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ കളയാനായിട്ട് രണ്ടുപേരും കൂടി നിൽക്കുന്ന സമയത്ത് ഹാളിലെ ലൈറ്റ് അങ്ങ് ഓൺ ആവുകയാണ്. ഇപ്പോഴേക്ക് ചന്ദ്രമതി നിൽക്കുന്നുണ്ട്, എന്തിനാടാ ലൈറ്റ് ഇട്ടേന്ന്? അമ്മേ, ഞാൻ ലൈറ്റ് ഇട്ടില്ലെന്ന് ശ്രുതി പറയുന്നുണ്ട്. ലൈറ്റ് ഓണായ സമയത്ത് ചന്ദ്രയും ശ്രുതിയും തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ സച്ചിയും രേവതിയും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ശ്രീകാന്തും വർഷയും അവിടെയുണ്ട്. രവിയും റൂമിൽ നിന്ന് വരുന്നുണ്ട് കേട്ടോ. എല്ലാവരും വന്നതിന് ശേഷമാണ് ശ്രുതി അങ്ങോട്ടേക്ക് എണീറ്റ് വരുന്നത്. എല്ലാവരും കൂടിയിട്ട് ഈ രാത്രിയിൽ ഇവിടെ എന്ത് ചെയ്യാന്ന് ചോദിച്ചിട്ടാണ് ശ്രുതി ഇറങ്ങി വരുന്നത് കേട്ടോ. സച്ചി അതിന് മറുപടി പറയുന്നില്ല. എന്നിട്ട് സച്ചി പറയുന്നുണ്ട്, അച്ഛാ, ഇന്ന് രാത്രിയിൽ ഉറങ്ങാതിരുന്നാൽ ഒരു സംഭവം കാണാമെന്ന് ഞാൻ അച്ഛനോട് പറഞ്ഞില്ലേ? ഇതാണ്, എല്ലാവരും കണ്ടോന്ന് പറഞ്ഞിട്ട് സച്ചി ഇങ്ങനെ ചന്ദ്രമതിയും കാണിച്ചു കൊടുക്കാണേ. രവിയാണെങ്കിൽ ഈ സമയം ചോദിക്കുന്നുണ്ട്, ചന്ദ്രേ, നീ എന്താ ഈ സമയത്ത് ഇവിടെ? അത് രവിയേട്ടാ, ഞാന് കിടന്നിട്ട് ഉറക്കം വന്നില്ല, അപ്പോൾ വെറുതെ ഇങ്ങനെ വന്നാന്ന് പറയാനേ. അപ്പൊ ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട്, അല്ല, അമ്മയുടെ കയ്യില് നാരങ്ങ ഉണ്ടല്ലോ, അമ്മ എന്തെടുക്കോ ഇവിടെ? വർഷയും കളിയാക്കി പറയുന്നുണ്ട് കേട്ടോ. ആ ശ്രീകാന്തേ, ചിലപ്പോ ആന്റി ജ്യൂസ് അടിച്ച് കുടിക്കാൻ വന്നതായിരിക്കും എന്ന് പറയാനേ. അപ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, അച്ഛാ, ഞാൻ ഉറപ്പായിട്ടും പറഞ്ഞിരുന്നില്ലേ, ഇന്ന് രാത്രിയിൽ എന്തായാലും ഈ നാരങ്ങ കൊണ്ട് തന്നെ സ്വർണം എടുത്തവര് പിടിക്കപ്പെടുമെന്നുള്ളത്. ഇപ്പോ കണ്ടില്ലേ, ഈ അവരല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇവർ ഈ പാതിരാത്രിയിൽ ഈ നാരങ്ങയും കൈപ്പിടിച്ചുകൊണ്ട് ഇവിടെ നിൽക്കുന്നതെന്ന് സച്ചി ചോദിക്കുന്നുണ്ട്. ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട്, അപ്പോ അമ്മേ, സുധിയേട്ടനാണോ സ്വർണം എടുത്തതെന്ന് ചോദിക്കുകയാണ്. ഇപ്പോഴേക്ക് ചന്ദ്ര ഇടയിൽ കയറി പറയുന്നത്, ഏയ്, എന്താടാ നീ പറയുന്നത്? സുധിയൊന്നുമല്ല. പിന്നെ ഞങ്ങള് ഈ വീട്ടില് ഈ നാരങ്ങ വെച്ച് കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും ദോഷമല്ലേ, അതെടുത്ത് കളയാന്ന് കരുതിയിട്ടാ ഞാനിവിടെ വന്നേന്ന് പറയാനേ. അപ്പോഴേക്ക് വർഷ ചോദിക്കുന്നുണ്ട്, അല്ല, അപ്പോൾ പിന്നെ ആന്റി വെച്ച നാരങ്ങയും കൂടിയിട്ട് എന്തിനാ എടുത്തുകൊണ്ട് പോയി കളയുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്ക് ചന്ദ്രമതിക്ക് അങ്ങ് ആൻസർ ഇല്ലാതെ പോവാണ് കേട്ടോ. അപ്പോഴേക്ക് നിന്നും ബബ്ബ അടിക്കുന്ന കണ്ടിട്ട് ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട്, എന്തിനാണ് അമ്മേ, എന്തൊക്കെയാ ഇവിടെ കാണിച്ചു കൂട്ടുന്നതെന്ന്. അപ്പോഴേക്ക് രേവതി പറയുന്നുണ്ട്, അമ്മയാണ് ഈ നാരങ്ങയും ഇവിടെ കൊണ്ടുവച്ചത്. സച്ചിയേട്ടനെടുത്ത് കളഞ്ഞ നാരങ്ങ മാത്രമല്ലാതെ ഈ നാരങ്ങയും കൂടിയിട്ട് എന്തിനാ എടുത്തതെന്ന് ചോദിക്കുമ്പോൾ സച്ചിയാണ് കേട്ടോ ബാക്കി മറുപടി പറയുന്നത്. അച്ഛാ, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ആ നാരങ്ങ മന്ത്രിച്ചൊന്നുമല്ല, ഞാൻ വെറുതെ ഒരു പച്ചക്കറി കടയിൽ നിന്നാണ് ആ നാരങ്ങ മേടിച്ചുകൊണ്ട് ഇവിടെ വെച്ചത്. അപ്പോൾ പിന്നെ ഇവര് പേടിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്തായിരിക്കും? അച്ഛൻ വേണം ബാക്കി ഇവരെ കൊണ്ട് മറുപടി പറയിക്കാനെന്ന് പറയുന്നുണ്ട്. ഇവൻ തന്നെയാണ് ആ സ്വർണം എടുത്തതെന്ന് എനിക്ക് സംശയം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഇതല്ലാതെ വേറെ ഒരു ഐഡിയ തോന്നിയില്ല എന്ന് പറയണേ. ഇത് കേൾക്കുമ്പോഴേക്കും ചന്ദ്രമതിയുടെ കയ്യിലിരിക്കുന്ന ആ 2 നാരങ്ങ അങ്ങ് താഴെ വീഴുകയാണേ. എന്നിട്ട് ചന്ദ്രമതി ചോദിക്കുന്നുണ്ട്, നീ എന്താടാ നാടകം കളിക്കുവാണെന്ന് ചോദിക്കുകയാണേ. അപ്പോഴേക്കും ഏയ്, നാടകമൊന്നുമല്ലമ്മേ, എന്തായാലും ഇവനെ വീഴ്ത്താനായിട്ട് ഞാൻ ചെറിയൊരു കെണി വെച്ചതാന്ന് പറയുകയാണേ. അപ്പോഴേക്കും ചന്ദ്രമതിയും ശ്രുതിയും അങ്ങ് വല്ലാണ്ട് തലകുനിച്ച് നിൽക്കുകയാണ്. ഈ സമയം രവിയാണെങ്കിൽ ചന്ദ്രേന്നൊരു ഒറ്റ വിളിയാണ് കേട്ടോ. ആ വിളി കേൾക്കുമ്പോൾ തന്നെ ചന്ദ്രമതി അങ്ങ് നടുങ്ങി പോകുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, നീ എന്തൊക്കെയാ ഇവിടെ കാണിച്ചു കൂട്ടുന്നത്? നീ എന്തൊക്കെയാ എന്നിൽ നിന്ന് മറച്ചേന്നൊക്കെ ചന്ദ്രമതിയോട് രവി ചോദിക്കുന്നുണ്ട്. രവിയേട്ട, ഞാൻ എന്ത് മറിച്ചു എന്നാ രവിയേട്ടൻ പറയുന്നത്? ഇവൻ ചുമ്മാ ആവശ്യമില്ലാതെ വായി തോന്നുന്നൊക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. ഇതുപോലുള്ള ഏടാകൂടങ്ങളൊക്കെ വീട്ടിൽ കൊണ്ടുവച്ചാൽ വീടിന് തന്നെ നാശമാണെന്ന് കരുതിയിട്ടാണ് അത് ഞാൻ എടുത്ത് കളയാൻ വേണ്ടിയിട്ട് വന്നത്. ഇപ്പോഴൊക്കെ സച്ചി ചോദിക്കുന്നുണ്ട്, അത് നിങ്ങൾക്ക് പാതിരാത്രിയിലാണ് കളയുന്നത്, പകലൊന്നും കളയാൻ സമയമില്ലായിരുന്നു.
എനിക്കതിനെക്കുറിച്ചൊന്നും വലിയ ധാരണയില്ലായിരുന്നു. ഭാമ പറഞ്ഞപ്പോഴാണ് കാര്യങ്ങളൊക്കെ മനസ്സിലായത്. അപ്പോൾ അത് ഓർത്തപ്പോൾ തന്നെ എടുത്ത് കളയാന്ന് കരുതിയിട്ടാണ് ഞാൻ വന്നതെന്ന് പറയാനേ. അങ്ങനെ ശ്രുതിയെ രക്ഷിക്കാനായിട്ട് ശ്രുതി പറയുന്നുണ്ട്, ശ്രുതി ആന്റി പറഞ്ഞത് കേട്ടില്ലേ, അതൊന്നും പേടിക്കാനില്ല, അതെല്ലാം ചുമ്മാതാണ്, വാന്നും പറഞ്ഞിട്ട് ശ്രുതിയും കൂട്ടിയിട്ട് മുകളിലേക്ക് കയറി പോകാൻ തുടങ്ങാണ് കേട്ടോ. അപ്പോഴേക്കും സച്ചി രണ്ടുപേരുടെയും മുമ്പിൽ അങ്ങ് കയറി നിൽക്കുന്നുണ്ട്. അതെ, ഇവിടെ ക്രോസ് വിസ്താരം തുടങ്ങിയിട്ടേ ഉള്ളൂ, മുഴുവൻ കഴിഞ്ഞിട്ട് എല്ലാവരും പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് അവരെ തടഞ്ഞു നിർത്തുകയാണേ. സച്ചി എന്നിട്ട് പറയുന്നുണ്ട്, എടാ സ്വർണം എടുത്തത് നീ തന്നെയാണെന്നറിയാം, മര്യാദയ്ക്ക് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് സമ്മതിച്ചോന്ന് പറയാണ്. എപ്പോഴേക്കും ശ്രുതിയുടെ കയ്യങ്ങ് വിട്ടിട്ട് ശ്രുതി പറയുന്നുണ്ട്, അതെ നീ എന്താ വിചാരിച്ചിരിക്കുന്നത്, ഞാനല്ല എടുത്തതെന്ന് പറഞ്ഞില്ലേ, അപ്പൊ പിന്നെ നിനക്ക് എവിടെ നിന്നാ ആ 5 ലക്ഷം രൂപ കിട്ടിയത്, അത് ഞാൻ എൻ്റെ ഫ്രണ്ട് ആനന്ദിന്റെ കയ്യിൽ നിന്നാ മേടിച്ചതെന്ന് പറഞ്ഞില്ലേ എന്ന് പറഞ്ഞ് ശ്രുതി നല്ല ദേഷ്യപ്പെടുകയാണ് കേട്ടോ സച്ചിയുടെ അടുത്ത്. അപ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, അച്ഛാ ഇവൻ വീണ്ടും കള്ളത്തരം പറയാണ്, ഞാൻ ഇവന്റെ പാർക്കില് ഫ്രണ്ടിനെ പോയി കണ്ടിരുന്നു, അവൻ ഇവന് 1 രൂപ പോലും കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. ഇല്ലില്ല, ഞാൻ അവന്റെ കയ്യിൽ നിന്ന് തന്നെയാ മേടിച്ചതെന്ന് പറയാണ്. എടാന്ന് സച്ചി വിളിക്കുമ്പോഴേക്കും ഒരു കാര്യം ചെയ്, നീ ഇപ്പൊ തന്നെ അവനെ വിളിക്കെന്ന് പറയുന്നുണ്ട്. എന്നാ ശ്രുതിയാണെങ്കിൽ അപ്പോൾ നിന്ന് അവിടെ നിന്ന് പരിഭ്രമിക്കുന്ന കാണുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, അച്ഛാ ഇവൻ വെറുതെ കള്ളത്തരം പറയാണ്, ഇവൻ ആ ഫ്രണ്ടിന്റെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചില്ല എന്ന് പറയണേ. അപ്പൊ ശ്രീകാന്ത് പറയുന്നുണ്ട്, സുധിയേട്ടനാണ് അത് ചെയ്തതെങ്കിൽ അങ്ങ് സമ്മതിച്ചേര്. അപ്പോഴേക്ക് ചന്ദ്ര പറയുന്നുണ്ട്, എടാ നിങ്ങളെല്ലാവരും കൂടിയിട്ട് എന്താ പറയുന്നത്, അവൻ ആ സ്വർണം എടുത്തേന്ന് സമ്മതിക്കണമെന്നോ, ഇവൻ ആവശ്യമില്ലാതെ ഈ വീട്ടില് ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ്, പാതിരാത്രിയെ എല്ലാവരും പോയി കിടന്ന് ഉറങ്ങുന്ന ചന്ദ്രമതി പറയുന്നുണ്ട് കേട്ടോ. എന്നാൽ ചന്ദ്രമതി വീണ്ടും തിരിഞ്ഞു നിന്നിട്ട് നമ്മുടെ രേവതിയുടെ നേരെയാണ് കേട്ടോ, രേവതിയുടെ മേലില് നൈസായിട്ട് അങ്ങ് പഴിയിടാൻ വേണ്ടിയിട്ട്, എന്താടി നീയാണ് ഇവനെ പാതിരാത്രിയിൽ പിരിവ് കയറ്റിക്കൊണ്ട് എല്ലാവരുടെയും പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് വന്നതെന്ന് ചോദിക്കുകയാണ്. നമ്മുടെ രേവതി നല്ല ചുട്ട മറുപടി തിരിച്ചു കൊടുക്കുന്നുണ്ട്. ദേ അമ്മേ വേണ്ട, ഈ വീട്ടിൽ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അമ്മ എൻ്റെ നേരെയാണ് വരുന്നത്, എൻ്റെ സ്വർണം കവറിങ് ആയതിനു പോലും അമ്മ എന്നെ പഴിചാരി, ഇനി അത് ഞാൻ സമ്മതിച്ച് കേട്ടുനിന്ന് തരില്ല എന്നൊക്കെ പറയണേ. അല്ലടി നീ തന്നെയാണ് ഈ വീട്ടിലെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം എന്ന് പറഞ്ഞ് രേവതിനെ ഇങ്ങനെ ഓരോന്ന് പറയുമ്പോൾ ചന്ദ്രയെന്ന് പറഞ്ഞ് രവി ഒറ്റ വിളിയാണ് കേട്ടോ. അപ്പോഴേക്ക് ചന്ദ്രമതി ഇങ്ങനെ മിണ്ടാതെ നിൽക്കുന്നുണ്ട്. എന്നിട്ട് സുധീനെ അടുത്തേക്ക് വിളിക്കുകയാണ് കേട്ടോ രവി. എന്നിട്ട് സുധി എന്താ സംഭവിച്ചത്, എവിടെ നിന്നാ ആ സ്വർണ്ണം എവിടെയെന്ന് എന്നൊക്കെ ചോദിക്കുകയാണെ. അച്ഛാ എനിക്കറിയില്ല, ഞാൻ എടുത്തില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും രവി പിന്നീട് വീണ്ടും ചോദിക്കുന്നുണ്ട്, സുധി നീ കാണിച്ചിട്ടുള്ള എല്ലാ കള്ളത്തരങ്ങളും ഞാൻ ക്ഷമിച്ചിരിക്കുകയാണ്, എന്നാൽ ഇതിന് നീ മറുപടി പറയണമെന്ന് പറയുമ്പോഴേക്കും സച്ചിയാണെങ്കിൽ ദേഷ്യപ്പെട്ടിട്ട് ഇങ്ങനെ ശ്രുതിയെ നോക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും ശ്രുതി ഇടയിൽ കയറി പറയുന്നുണ്ട്, അങ്കിൾ ശ്രുതിയാണെങ്കിൽ എടുത്തിട്ടില്ലെന്ന് പറഞ്ഞല്ലോ, പിന്നെന്തിനും വീണ്ടും ക്വസ്റ്റ്യൻ ചെയ്യുന്നതെന്ന് ചോദിക്കുകയാണെ. പൗഡർ എടുത്തി നിന്റെ വായും വെച്ചിട്ട് വെറുതെ ഇരുന്നു, അവന്റെ അച്ഛനാണ് അവനോട് കാര്യങ്ങൾ ചോദിക്കുന്നത്, അവൻ മറുപടി പറയട്ടെ എന്ന് പറയാണ്. അപ്പോഴേക്കും ശ്രുതി മിണ്ടാതെ നിൽക്കുമ്പോഴേക്കും സച്ചി ചാടി ഇങ്ങനെ അടിക്കാനായിട്ട് നേരെ വരികയാണ് കേട്ടോ ശ്രുതിയുടെ നേരെ. ഇത് കണ്ടിട്ട് ശ്രുതിക്ക് നല്ല ദേഷ്യം വന്നിട്ട് സച്ചിയുടെ കൈയങ്ങ് തള്ളി മാറ്റിയിട്ട് പറയുന്നുണ്ട്, അതേടാ ഞാൻ തന്നെയാ സ്വർണം എടുത്തത്, രേവതിയുടെ സ്വർണം എനിക്ക് കുറച്ച് ക്യാഷിന്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു, അപ്പോൾ ഞാൻ എടുത്തിട്ട് പണയം വെച്ചിട്ട് അത് തിരിച്ചെടുക്കാമെന്നാണ് വിചാരിച്ചിരുന്നത്, എന്നാൽ ഉദ്ദേശിച്ച പൈസ കിട്ടിയില്ല, അപ്പോൾ പിന്നെ ഞാൻ അതെടുത്തിട്ട് അങ്ങ് വിറ്റു, ആ പൈസ ഇല്ലാതെന്ന് അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മയാണ് എനിക്ക് ആ സ്വർണം എടുത്തു തന്നതെന്ന് പറയാണ് കേട്ടോ. ഇത് കേൾക്കുമ്പോഴേക്കും രവി നമ്മുടെ ചന്ദ്രനെ അങ്ങ് തറപ്പിച്ച് നോക്കുന്നുണ്ട്. ചന്ദ്ര തലകുനിച്ചിങ്ങനെ മിണ്ടാതെ നിൽക്കുകയാണ്. വർഷ അപ്പോൾ പറയുന്നുണ്ട്, ഇതെല്ലാം ഞങ്ങൾക്ക് നേരത്തെ അറിയായിരുന്നു, അതിനു വേണ്ടിയിട്ട് ഞാനാണ് നിങ്ങളോട് വോയിസ് മാറ്റിയിട്ട് കവറിങ് ഗോൾഡിനെ കുറിച്ച് ഫീഡ്ബാക്ക് അറിയിക്കാൻ വിളിച്ചതെന്നൊക്കെ ഇങ്ങനെ വർഷയും പറയുന്നുണ്ട്. വർഷയാണെങ്കിൽ ശ്രുതിയുടെ അടുത്തും ചെന്നിട്ട് പറയുന്നുണ്ട്, ശ്രുതി ചേച്ചി ഇപ്പൊ നിങ്ങൾക്ക് എന്താ മറുപടി പറയാനുള്ളത്, നിങ്ങളുടെ ഹസ്ബൻഡ് ഇത്രയ്ക്കും ഫ്രോഡാണോ, ചീറ്റിംഗ് ചെയ്യാൻ ഒരു നാണോ ഇല്ലെന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, വർഷേ നീ ഒന്നും മിണ്ടാതിരി, ഇവന് ഫ്രോഡ് തരോ ചീറ്റിംഗ് എന്നൊന്നും പറയുന്നൊന്നും പുതുമയല്ല, അവൻ ജനിച്ചത് തന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാന്ന് പറയാണ്. ശ്രുതിയും തല nuവർത്താൻ വയ്യാതെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോഴേക്ക് രേവതി ചന്ദ്രമതിയുടെ നേരെ അങ്ങ് ചെല്ലുന്നുണ്ട്. അമ്മയ്ക്ക് ഇപ്പൊ എന്താ മറുപടി പറയാനുള്ളത്, ആ സ്വർണം കവറിങ് ആക്കിയതും പോരാഞ്ഞിട്ട് അമ്മ ഇവിടെ കിടന്നിട്ട് എൻ്റെ വീട്ടുകാരെ എന്തെല്ലാം പറഞ്ഞു, എൻ്റെ അമ്മ സ്വർണം മോഷ്ടിച്ചതാണ്, എൻ്റെ അനിയനാണ് അത് കവറിങ് ആക്കിയതെന്ന് വരെ നിങ്ങൾ എൻ്റെ വീട്ടുകാരെ ആവശ്യമില്ലാത്തതും മുഴുവൻ പറഞ്ഞില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ചന്ദ്രമതിക്ക് തല നിവർത്തി രേവതി ഒന്നും നോക്കാൻ പോലും വയ്യാത്ത അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ്.
ഈ സമയം ശ്രുതിയാണെങ്കിൽ രവിയോട് ഇങ്ങനെ മാപ്പ് ചോദിക്കുകയാണ് കേട്ടോ. അച്ഛാ, എനിക്ക് വേറെ വഴിയില്ലായിരുന്നു അച്ഛാ, ഡീലേഴ്സിന് ക്യാഷ് കൊടുക്കണമായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ചെയ്തേന്നൊക്കെ പറയുകയാണേ. അപ്പോഴേക്കും നീയൊന്നും ഒരിക്കലും നന്നാവില്ലേടാ, നീയൊക്കെ എന്തൊക്കെയാ ചെയ്തു കൂട്ടുന്നത് അച്ഛാ, ഇവന് ഈ അമ്മയുടെ ക്രിമിനൽ ബുദ്ധിയാണ് കിട്ടിയിരിക്കുന്നത്, അവനൊന്നും നന്നാവില്ലെന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ശ്രുതി ഇങ്ങനെ അച്ഛാ ക്ഷമിക്കച്ചാന്ന് പറയുന്ന സമയത്ത് രവിയാണെങ്കിൽ കർണം അടിച്ചങ്ങ് പൊട്ടിക്കാണ് കേട്ടോ. നമ്മുടെ ശ്രുതിക്കിട്ട് ആദ്യ അടി വീഴുന്ന കാണുമ്പോഴേ ശ്രുതിയും ചന്ദ്രമതിയും ഞെട്ടിപ്പോവാണ്. അങ്ങനെ വീണ്ടും വീണ്ടും രവിയാണെങ്കിൽ ദേഷ്യപ്പെട്ട് ശ്രുതിയെ അടിക്കുന്നുണ്ട് കേട്ടോ. ഈ സമയം ചന്ദ്രമതി ആണെങ്കിൽ വേണ്ട രവിയേട്ട, അവന് ഒരു തെറ്റുപറ്റിയതാണ്, ക്ഷമിക്കെന്നും പറഞ്ഞിട്ട് ഇടയ്ക്ക് കയറിയിട്ട് തടയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും നീയാണ് ഇതിനെല്ലാത്തിനും കാരണം, നീ ഒറ്റയിരുത്തിയാണ്, നീ ഒരു മനുഷ്യ സ്ത്രീയാണോ എന്നൊക്കെ ചോദിച്ചിട്ട് ചന്ദ്രമതിയുടെ നേരെ കൈ പോക്കുമ്പോഴേക്കും സച്ചി വന്നിട്ട് തടയുന്നുണ്ട് കേട്ടോ. അച്ഛാ വേണ്ട അച്ഛാന്ന് പറയുന്നുണ്ട്. ചന്ദ്രമതി പറയുന്നുണ്ട്, രവിയേട്ട അവനൊരു തെറ്റുപറ്റിപ്പോയി, അവൻ പറ്റിക്കപ്പെട്ടിട്ടാണ് ഇപ്പൊ ഇവിടെ വന്ന് നിന്ന് കരഞ്ഞപ്പോൾ ഞാൻ പിന്നെ എന്ത് ചെയ്യണമായിരുന്നു? നീയൊക്കെ സ്വന്തം വീട്ടിൽ നിന്നാണോ മോഷ്ടിക്കുന്നത്? അതും പോരാഞ്ഞിട്ട് നിങ്ങൾ ഇപ്പൊ ചെയ്തത് അതിലും വലിയ പറ്റിക്കലല്ലേ എന്ന് പറഞ്ഞിട്ട് വീണ്ടും ശ്രുതിയെ ഇങ്ങനെ തല്ലുകയാണ് കേട്ടോ. ഈ സമയം സച്ചി വന്നിട്ട് പിടിച്ചു മാറ്റുന്നുണ്ട്. അച്ഛാ വേണ്ട അച്ഛാന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് സച്ചി ശ്രുതിയോട് ചോദിക്കുന്നുണ്ട്, എടാ നീ എന്നെ എന്റെ വിവാഹം കഴിഞ്ഞപ്പോ നീ എന്നോട് പറഞ്ഞിരുന്നല്ലോ ഞാൻ വെറും പൂ കെട്ടുന്നവളെയാണ് വിവാഹം കഴിച്ചത്, നീ വലിയ കോടീശ്വരനെയാണ് വിവാഹം കഴിച്ചിരിക്കുന്നത്, പിന്നെ എന്തിനാടാ നാണമില്ലാതെ നിന്റെ അഭിമാനം കളഞ്ഞിട്ട് എൻ്റെ ഭാര്യയുടെ സ്വർണം എടുത്തുകൊണ്ട് പോയി വിറ്റതെന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. ഈ സമയത്ത് വീണ്ടും ദേഷ്യം വന്നിട്ട് സച്ചി ശ്രുതിക്കിട്ട് ഒരെണ്ണം കൊടുക്കുന്നുണ്ട്. ഈ സമയം ശ്രുതി പറയുന്നുണ്ട്, അല്ല ഇതെന്താ എല്ലാവരും മാറി മാറി ശ്രുതിയെ ഇങ്ങനെ തല്ലുന്നതെന്ന് ചോദിക്കുകയാണെ. അല്ല അപ്പോൾ സച്ചി പറയുന്നുണ്ട്, ഇവൻ കാണിക്കുന്ന തെമ്മാടിത്തരത്തിന് തല്ലുമല്ലാതെ പിന്നെ ഇവനെ എന്താ ചെയ്യണ്ടേന്ന്. ഈ സമയം രേവതി വന്നിട്ട് ശ്രുതിയോട് പറയുന്നുണ്ട്, എന്താ ശ്രുതി, നിന്റെ ഭർത്താവ് ചെയ്തത് ഇപ്പോഴും തെറ്റാണെന്ന് നിനക്ക് തോന്നുന്നില്ലെന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്ക് ശ്രുതി ഇങ്ങനെ തലകുനിച്ച് നിൽക്കുകയാണ്. രവി ഈ സമയം ശ്രുതിയോട് പറയുന്നുണ്ട്, അല്ല നീയും അറിഞ്ഞിട്ടായിരുന്നു ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് പറയുമ്പോൾ വർഷ പറയുന്നുണ്ട്, ആഹാ അങ്കിൾ, അപ്പോൾ ഇവർ 3 പേരും കൂടി ചേർന്നിട്ടാണ് ഇത്രയും ക്രൈം ചെയ്തിരിക്കുന്നതെന്ന്. അപ്പോഴേക്ക് ശ്രുതി പറയുന്നുണ്ട്, അത് ഞാൻ അറിഞ്ഞിരുന്നു, പക്ഷേ ഇവരെല്ലാം കഴിഞ്ഞിട്ട് ഒരു ദിവസത്തിന് മുമ്പാണ് ഞാൻ അറിഞ്ഞിരുന്നത്, ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും അതിന് സമ്മതിക്കില്ലായിരുന്നു എന്ന് പറയാനേ. അപ്പൊ രവി പറയുന്നുണ്ട്, നീ ഇവന് എല്ലാത്തിനും കൂട്ടുനിന്നത് ഇവനെ പ്രസവിച്ച ഇവന്റെ അമ്മയാണ്, എന്നാൽ അത് തിരുത്താനായിട്ട് നിന്നെ കൊണ്ട് പോലും കഴിഞ്ഞില്ലല്ലോ, നീയും അവന്റെ എല്ലാത്തിനും കൂട്ടു നിൽക്കുവാണെന്നൊക്കെ ചോദിച്ചിട്ട് ശ്രുതിയുടെ നേരെ ദേഷ്യപ്പെടുകയാണ് കേട്ടോ. അപ്പോഴേക്ക് ചന്ദ്രമതി ഇടയിൽ കയറിയിട്ട്, രവിയേട്ട വേണ്ട വേണ്ട എന്ന് പറയുമ്പോൾ നിന്നോട് വാ തുറക്കരുതെന്നല്ലേ പറഞ്ഞത്, അങ്ങോട്ട് മാറി നിൽക്കെന്ന് പറഞ്ഞിട്ട് രവി ഇങ്ങനെ ആട്ടി ഓടിക്കുകയാണ് കേട്ടോ ചന്ദ്രനെ. ഈ സമയം വർഷയും നല്ലതായിട്ട് പറയുന്നുണ്ട് കേട്ടോ ശ്രുതിനെയൊക്കെ നാണം കെടുത്തുന്ന രീതിയിൽ. അങ്ങനെ രേവതി വീണ്ടും ചെന്നിട്ട് ശ്രുതിയോട് ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ശ്രുതി പറയുന്നുണ്ട്, രേവതി നീ കൂടുതൽ സംസാരിക്കണ്ട, ഇപ്പൊ നിന്റെ പ്രശ്നം സ്വർണ്ണമല്ലേ, ആ സ്വർണം ഞാൻ തന്നാ പോരെന്ന് ചോദിക്കുകയാണെ. ഓ അപ്പൊ പിന്നെ പോയ സ്വർണം തിരിച്ചു കിട്ടിയ ഇവിടെ ഉണ്ടായ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാകുമോന്ന് രേവതിയും ചോദിക്കുന്നുണ്ട്. രേവതി ഇങ്ങനെ ശ്രുതിയോട് പറയുന്ന കേൾക്കുമ്പോഴേക്കും ചന്ദ്രമതിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. ഇടയിൽ കയറിയിട്ട് വീണ്ടും രേവതിയോട് പറയുന്നുണ്ട്, എടി നീ എന്തിനാ നിന്റെ നാക്ക് കൂടുതൽ ഇട്ടങ്ങ് നീട്ടണ്ട, നിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന സ്വർണ്ണമൊന്നും അല്ലല്ലോ, പിന്നെ അതിനെക്കുറിച്ച് നീ കൂടുതലൊന്നും പറയണ്ടെന്നൊക്കെ പറയുന്ന കേൾക്കുമ്പോൾ തന്നെ രവിക്ക് വീണ്ടും ദേഷ്യം വരികയാണ് കേട്ടോ. ചന്ദ്രേ നിന്നോടാണ് പറഞ്ഞത് വാ തുറക്കരുതെന്ന്, നീയൊക്കെ ഒരു സ്ത്രീയാണോടി, പോരാഞ്ഞിട്ട് നീ ഒരു മനുഷ്യ ജന്മമാണോ, നീ എന്തൊക്കെയാ കാണിച്ചു കൂട്ടിയത്? ആ സ്വർണത്തിന്റെ പേരിൽ നീ രേവതിയുടെ വീട്ടുകാരെ ആവശ്യമില്ലാത്തത് മൊത്തം പറഞ്ഞു, എന്തിന് എൻ്റെ അമ്മയെ പോലും നീ കള്ളിയാക്കി അപമാനിച്ചില്ലേ? നീ നിന്റെ മകന്റെ എല്ലാ കാര്യത്തിനും ചെറുപ്പം മുതലേ തന്നെ നീ ഇങ്ങനെ കൂട്ടുനിൽക്കും, അതിന്റെ എല്ലാം ഭവിഷ്യത്ത് ഈ കുടുംബം മൊത്തമാണ് അനുഭവിക്കുന്നതെന്നൊക്കെ ചന്ദ്രനെ ഇങ്ങനെ രവി വാരിയിട്ടങ്ങ് അലക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ ചന്ദ്രമതിയോട് പിന്നീടായിട്ട് രവി പറയുന്നുണ്ട്, ചന്ദ്രൻ എനിക്കിപ്പോ നിന്റെ കൂടെ ജീവിക്കാൻ തന്നെ ഭയമാണ്, നീ നിന്റെ മകന് വേണ്ടിയിട്ട് എന്നെ കൊല്ലാൻ പോലും മടിക്കില്ല എന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോഴേക്കും ചന്ദ്രമതി പറയുന്നുണ്ട്, അയ്യോ രവിയേട്ട അങ്ങനെയൊന്നും പറയരുത്, എനിക്കാണ് തെറ്റുപറ്റിപ്പോയത്, നിന്നെയൊക്കെ കണ്ടുകൂടെന്ന് തന്നെയല്ല നിന്നോടൊന്നും സംസാരിക്കാൻ തന്നെ പാടില്ല, അതുപോലും വലിയ പാപമാണ്, നീ ഇനി എന്നോട് സംസാരിക്കാനോ എനിക്ക് ഒരു തുള്ളി വെള്ളം തരുവാൻ പോലും നീ എൻ്റെ അടുത്തേക്ക് വന്നേക്കല്ലെന്ന് പറഞ്ഞ് രവി അവിടെ നിന്ന് ദേഷ്യപ്പെട്ടു പോവാണ് കേട്ടോ. അയ്യോ രവിയേട്ട അങ്ങനെ പോവല്ലേ, ഞാൻ അതിന് വേണ്ടിയിട്ട് എന്ത് തെറ്റാ ചെയ്തത്, ഞാൻ നമ്മുടെ മകന് വേണ്ടിയിട്ടല്ലേ ഇതൊക്കെ ചെയ്തത്, അതും രവിയേട്ടനിപ്പോൾ കണ്ടോളുമാരുടെയൊക്കെ മുമ്പിൽ വെച്ചിട്ട് എന്തൊക്കെയാ പറയുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് രവി ഇങ്ങനെ തടഞ്ഞു
തടഞ്ഞു നിർത്താൻ പോവാണ് കേട്ടോ. ഈ സമയം രവിയാണെങ്കിൽ കൈ തട്ടി അങ്ങ് മാറ്റുന്നുണ്ട് ചന്ദ്രമതിയുടെ. രവി ദേഷ്യപ്പെട്ട് തിരിഞ്ഞു പോലും നോക്കാതെ അങ്ങ് പോയി അവിടെ ഇരിക്കുകയാണ് കേട്ടോ. ഈ സമയം ചന്ദ്രമതി ആണെങ്കിൽ അല്ലെങ്കിലും ഞാനാണല്ലോ ഈ വീട്ടിലെ എല്ലാ തെറ്റുകൾക്കും കാരണം, ഞാൻ എന്തെങ്കിലും ചെയ്താലേ എല്ലാവർക്കും പ്രശ്നമുള്ളൂ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടു പോയിട്ട് റൂമിൽ പോയിട്ട് കഥകങ്ങ് വലിച്ചടയ്ക്കുകയാണ് കേട്ടോ. ഇത് കാണുമ്പോഴേക്കും ശ്രുതിക്ക് ഭയങ്കര ടെൻഷൻ ആവുന്നുണ്ട്. ശ്രുതി ആന്റി എന്തെങ്കിലും ചെയ്താലോ, ശ്രുതി പോയി വാതിൽ തുറക്ക, ആന്റിയെ വിളിക്കുന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും ശ്രുതി ഇങ്ങനെ ചെല്ലുന്ന അമ്മയെ വാതിൽ തുറക്കെന്ന് പറഞ്ഞാലും ചന്ദ്രമതി വാതിൽ തുറക്കുന്നില്ല കേട്ടോ. ശ്രുതിയൊക്കെ മാറി മാറി തട്ടുന്നുണ്ടെങ്കിലും വാതിൽ തുറക്കുന്നേ ഇല്ല. ഇത് കാണുമ്പോഴേക്കും നമ്മുടെ ശ്രീകാന്തും പറയുന്നുണ്ട്, അയ്യോ അമ്മീനെ എന്തെങ്കിലും ചെയ്യുമോ എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രീകാന്തും പോയി വിളിക്കുന്നുണ്ട് കേട്ടോ. ഈ സമയം രേവതി പറയുന്നുണ്ട്, സച്ചിയേട്ടാ ഞാൻ പോയി വിളിക്കട്ടെ, അമ്മീനെ എന്തെങ്കിലും ചെയ്യുമോ എന്നൊക്കെ ഓർത്തിട്ട് എനിക്ക് പേടിയാവുന്നു പറയുകയാണേ. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, രേവതി നീ ഒന്നും മിണ്ടാതിരുന്നേ, ഇനിയിപ്പോ വാതിൽ തുറക്കണമെന്ന് വിചാരിച്ചാൽ പോലും നീ പോയി വിളിച്ചാ അമ്മ തുറക്കാതിരിക്കുള്ളൂ, നീ അവിടെ നിൽക്കെന്ന് പറഞ്ഞ് രേവതിയെ പിടിച്ച് നിർത്തുകയാണ് കേട്ടോ. ഈ സംഭവങ്ങളൊക്കെ കണ്ടിട്ട് രവിക്കോ ഒരു കുലുക്കോ ഇല്ലാതെ അവിടെ തന്നെ ഇരിപ്പുണ്ട്. എന്നിട്ട് സച്ചി പറയുന്നുണ്ട്, രേവതി നീ ടെൻഷൻ അടിക്കണ്ട, അമ്മ ഇതൊക്കെ ചെറുപ്പം മുതലേ തന്നെ ഇങ്ങനെ കാണിക്കുന്നതാണ്, കുറച്ചു നേരം വാതിൽ അടച്ചിട്ടിട്ട് അമ്മ അതങ്ങ് തുറന്നോളൂ എന്ന് പറയുന്നുണ്ട്. ശ്രീകാന്ത് പറയുന്നുണ്ട്, സുധിയേട്ടൻ കാരണമാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഇപ്പോൾ ഉണ്ടായത്, സുധിയേട്ടൻ മര്യാദയ്ക്ക് വിളിച്ച് അമ്മയെ വിളിക്കുന്നു പറയണേ. അങ്ങനെ ശ്രുതി മാറിപ്പോയി വിളിക്കുന്നുണ്ടെങ്കിലും ചന്ദ്രമതി വാതിൽ തുറക്കുന്നേ ഇല്ല കേട്ടോ. ശ്രുതിക്കാണെങ്കിൽ ഭയങ്കര ടെൻഷൻ ആവുന്നുണ്ട്. ശ്രുതി വന്നിട്ട് അങ്കിൾ വിളിച്ച് വാതിൽ തുറക്കും, ഒന്ന് പോയി വിളിക്കുന്നു പറയണേ. ശ്രുതിയുടെ കൈ അങ്ങ് തട്ടി മാറ്റിയിട്ട് രവി ഭയങ്കര ദേഷ്യത്തിലിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇതുവരെ കാണാത്ത രവിയുടെ മറ്റൊരു മുഖം കണ്ടിട്ട് ആ വീട്ടിലുള്ള എല്ലാവരും ഷോക്കായിരിക്കുകയാണ്. അപ്പോഴേക്കും വർഷം ഇങ്ങനെ എല്ലാവരുടെയും റിയാക്ഷനൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ തന്നെ നിൽക്കുകയാണ്. അപ്പോഴേക്കും ശ്രീകാന്തിനോട് പറയുന്നുണ്ട്, ശ്രീകാന്തെ ആന്റിക്ക് വിശക്കുമ്പോൾ ആന്റി തന്നെ ഇറങ്ങി വന്നോളും, എന്തിനാ എല്ലാവരും ടെൻഷൻ അടിക്കുന്നതെന്ന് ഇരിക്കണേ, പക്ഷേ നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ട് ശ്രീകാന്ത് വർഷയെ വഴക്ക് പറയുന്നുണ്ട്. അതിനുശേഷം രേവതി പറയുന്നുണ്ട്, സച്ചിയേട്ടാ നിങ്ങളൊന്ന് പോയി വിളിക്ക്, ഞാൻ വിളിച്ചാലൊന്നും അമ്മ വാതിൽ തുറക്കില്ല, അച്ഛനോടൊന്നും പറയുമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടിയിട്ട് സച്ചിയെ നിർബന്ധിച്ചിട്ട് രവിയുടെ അടുത്ത് വിടുകയാണ് കേട്ടോ. അങ്ങനെ രവിയുടെ അടുത്ത് ചെന്നിട്ട് അച്ഛാന്ന് വിളിക്കുന്നുണ്ട്. എന്താടാന്ന് ചോദിക്കുമ്പോൾ അച്ഛനൊന്ന് വിളിക്ക്, നീ അടുത്ത് നിൽക്കുമല്ലേ പിന്നെന്തിനാ ഞാൻ വിളിക്കുന്ന, അല്ല അമ്മ കുറേ നേരമായില്ലേ വാതിലടച്ചിട്ട് ഇരിക്കാൻ തുടങ്ങിയിട്ട്, അച്ഛൻ അമ്മയൊന്ന് വിളിക്കുന്ന പറയുന്നുണ്ട്. അതെ എന്തായാലും ഞാൻ വിളിക്കില്ല, അവൾ കുറച്ച് കഴിയുമ്പോൾ തന്നെ തുറന്നോളൂ എന്ന് പറയുന്നുണ്ട്. അച്ഛൻ തന്നെയല്ലേ പറയാറുള്ളത് ഇങ്ങനെ പിണങ്ങിയൊന്നും ഇരിക്കാൻ പാടില്ല, നമ്മൾ തന്നെ ആദ്യം മിണ്ടണമെന്നൊക്കെ, പിന്നെ എന്തിനാച്ചാ ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാനിങ്ങനെ താന്നു കൊടുത്താണ് അവൾക്ക് ഇത്രയും തലക്കനമായതെന്ന് പറഞ്ഞിട്ട് രവി ദേഷ്യത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണേ. അച്ഛാ ഈ ഒരു തവണ കൂടി ക്ഷമിക്കുക, അമ്മേനെ ഒന്ന് വിളിക്കുന്ന രേവതി പറയുമ്പോഴേക്കും രവി പറയുന്നുണ്ട്, ഞാൻ അവളോട് ക്ഷമിച്ചാണ് അവൾ ഇങ്ങനെയായി പോയത്, അവള് പണ്ടൊരിക്കൽ വീടിൻ്റെ ആധാരം എടുത്തുകൊണ്ട് പോയി, എന്നാൽ ഇതൊന്നും ഞാൻ അറിഞ്ഞിരുന്നില്ല, അന്ന് ഞാൻ ക്ഷമിച്ചതുകൊണ്ടാണ് ഇപ്പോൾ രേവതിയുടെ സ്വർണം അവളെ എടുത്തുകൊണ്ടുപോയി വിറ്റത്, അവളുടെ മകന് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ മടിക്കില്ല, തന്നെയല്ല അത് പോരാഞ്ഞിട്ട് രേവതിയുടെ വീട്ടുകാരെ അപമാനിച്ചു, എൻ്റെ അമ്മയെ വരെ അവൾ അപമാനിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിനി ഒരിക്കലും മാപ്പില്ല എന്ന് പറയാണ്. ഇനി ഈ കാര്യത്തിന് ഞാൻ റിയാക്ട് ചെയ്തില്ലെങ്കിൽ ഞാൻ ഈ വീട്ടിൽ വെറും ഒരു ഡെഡ് ബോഡി ആയിട്ട് ഒരു മനുഷ്യ ശരീരമായിട്ട് മാത്രമാണ് എന്നെ പരിഗണിക്കേണ്ടതെന്ന് പറയണേ. അപ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, അച്ഛൻ എന്തൊക്കെയാ പറയുന്നത്, അങ്ങനെയൊന്നും പറയല്ലേ അച്ഛാന്ന് പറയാണ്. അപ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, അച്ഛൻ അമ്മേനെ എന്ത് വേണമെങ്കിലും പറഞ്ഞു, ചീത്ത വിളിച്ചോ, ഒരടി വേണമെങ്കിലും കൊടുത്തോ എന്ന് പറയണേ. അപ്പൊ സച്ചി ചോദിക്കുന്നുണ്ട്, രേവതി നീ എന്താ പറയുന്നത്, ഇതിനു വേണ്ടിയിട്ടാണോ നീ എന്നെ ഇപ്പം നിർബന്ധിച്ച് അച്ഛനെ വിളിപ്പിക്കാനായിട്ട് വന്ന, അല്ല സച്ചിയേട്ടാ ആ റൂമിന്റെ വാതിലൊന്നും തുറന്ന് അമ്മയെ കണ്ടിട്ട് എന്ത് വേണമെങ്കിലും പറഞ്ഞോ എന്നല്ലേ പറഞ്ഞത്, അത് ശരിയാണ് അച്ഛ വന്നൊന്ന് വിളിക്കുക അച്ഛൻ അമ്മ വാതിലൊന്ന് തുറക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ സച്ചിയും പറയുന്നുണ്ട്. അങ്ങനെ സച്ചിയാണെങ്കിൽ രവിയുടെ കൈ പിടിച്ച് വലിച്ചുകൊണ്ട് പോകുന്നുണ്ട് കേട്ടോ. അച്ഛാ ഒരു തവണ ഒന്ന് വിളിച്ചാൽ മതി, കഥയിലൊന്ന് മുട്ടി വിളിക്കച്ചാന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്ക് രവി ചോദിക്കുന്നുണ്ട്, എടാ നിങ്ങളുടെ സ്വർണ്ണമാണ് അവൾ എടുത്തു കൊണ്ടുപോയി വിറ്റത്, എന്നിട്ട് നിങ്ങളെ കള്ളികളുമാക്കി, എന്നിട്ട് നിങ്ങൾക്ക് എങ്ങനെ അവരോട് ക്ഷമിക്കാൻ കഴിയുന്നു എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, അച്ഛാ ചെറുപ്പകാലത്ത് മക്കൾ ചെയ്യുന്ന തെറ്റിന് മാതാപിതാക്കളും പ്രായമാകുന്ന സമയത്ത് മാതാപിതാക്കൾ ചെയ്യുന്ന തെറ്റുകൾ മക്കളും ക്ഷമിക്കണമെന്നാണ് എൻ്റെ അച്ഛമ്മ പഠിപ്പിച്ചിട്ടുള്ളതെന്ന് പറയാണ്. അപ്പോഴേക്കും എന്തായാലും എനിക്കിപ്പോൾ അത്രയ്ക്ക് വലിയ നല്ല മനസ്സൊന്നുമില്ല, എനിക്ക് ക്ഷമിക്കാനും കഴിയില്ല എന്ന് പറഞ്ഞിട്ട് രവി കൈ തട്ടി മാറ്റിയിട്ട് പോകാൻ തുടങ്ങുകയാണ് കേട്ടോ. എന്നാൽ വീണ്ടും സച്ചി ഇങ്ങനെ നിർബന്ധിക്കുന്ന സമയത്ത് രവിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. സച്ചി ആവശ്യമില്ലാത്ത കാര്യങ്ങളിനകത്ത് ഇടപെടണ്ട,
എന്തായാലും ഞാനും എൻ്റെ ഭാര്യയും തമ്മിലുള്ള പ്രശ്നമാണിത്. ഇതിൻ്റെ ഇടയിൽ ആരും ഇടപെടണ്ടെന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ടിട്ട് വീണ്ടും പോയി സോഫയിൽ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്ക് സച്ചി വീണ്ടും പോയി ഇങ്ങനെ അച്ഛാ ഒന്ന് വന്ന് വിളിക്കച്ചാന്ന് പറയുന്ന സമയത്ത് ഞാൻ ഇവിടെ ഇരിക്കണോ അതോ ഞാൻ ഈ വീട്ടിൽ നിന്ന് തന്നെ പുറത്തു പോകണമെന്ന് ദേഷ്യപ്പെട്ട് ചോദിക്കുമ്പോൾ സച്ചി അങ്ങ് പേടിച്ചു പോവാണ് കേട്ടോ. ഇല്ല അച്ഛൻ ഇവിടെ ഇരുന്നോ, ഞാൻ നിർബന്ധിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് സച്ചി അവിടെ നിന്ന് രേവതിയും കൂട്ടിയിട്ട് വാ രേവതി എന്ന് പറഞ്ഞിട്ട് പോവാണേ. അങ്ങനെ രവി ആ സോഫയിലേക്ക് അങ്ങ് കിടക്കുകയാണ്. ഈ സമയം ശ്രുതിയും കൂടിയിട്ട് അങ്ങ് റൂമിലും കയറി പോയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ രേവതിയും സച്ചിയും കൂടെ ഭയങ്കര ടെൻഷനിൽ അടുക്കളയിൽ പോയിരിക്കുകയാണ്. ഇനി ചന്ദ്രമതി എന്തെങ്കിലും ഒരു അബദ്ധം കാണിക്കുവോ എന്നൊക്കെ ഓർത്തിട്ട് ഭയങ്കര ടെൻഷനിലിരിക്കുകയാണ് കേട്ടോ. രവിയാണെങ്കിൽ അടുത്ത നീക്കം എന്താണെന്ന് നമുക്കറിയാം. ചന്ദ്രമതിയോട് ഇനി എന്തായാലും തൻ്റെ ഭാര്യയായിട്ട് നിലകൊള്ളില്ല, ഒരിക്കലും താൻ ഒരു ഗ്ലാസ് വെള്ളം പോലും തരണ്ട, നീ എന്നോട് മിണ്ടുക പോലും ചെയ്യണ്ടെന്ന് തീർത്തു പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ശ്രുതിയെയും ചന്ദ്രമതിയെയും ഉടനെ തന്നെ രവി ചന്ദ്രോദയത്തിൽ നിന്ന് ആട്ടിയിറക്കുന്ന ഒരു എപ്പിസോഡുകളൊക്കെ വരാനുണ്ട്. നമുക്ക് കാത്തിരുന്ന് കാണാം. നമ്മുടെ ചാനൽ ഇഷ്ടമായെന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഹൈപ്പ് ചെയ്തും കൂടിയിട്ട് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.